യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഉയിർപ്പ് തിരുനാളിനോട് അനുബന്ധിച്ചുള്ള വലിയ നോമ്പിലൂടെ നാം കടന്നു പോകുമ്പോൾ ഇന്ന് നമുക്ക് വിചിന്തനത്തിനായി ലഭിച്ചിരിക്കുന്ന ബൈബിൾ ഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 35 മുതൽ 41 വരെയുള്ള തിരുവചനങ്ങളാണ്. കടലിനെ ശാന്തമാക്കുന്നു. യേശു ശിഷ്യന്മാരും വഞ്ചിയിൽ അക്കരയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. വലിയൊരു കൊടുങ്കാറ്റുണ്ടാവുകയും തിരമാലകൾ വഞ്ചിയിലേക്ക് ആഞ്ഞടിക്കുകയും വഞ്ചിയിൽ വെള്ളം നിറഞ്ഞുകൊണ്ടേയിരുന്നു. യേശു അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. അവർ യേശുവിനെ വിളിച്ചുണർത്തി പറഞ്ഞു, ഗുരു, ഞങ്ങൾ നശിക്കാൻ പോകുന്നു, നീ അത് ഗൗനിക്കുന്നില്ലേ? അവൻ ഉണർന്ന് കാറ്റിനെ ശാസിച്ചുകൊണ്ട് കടലിനോട് പറഞ്ഞു, അടങ്ങുക, ശാന്തമാവുക. കാറ്റ് ശമിച്ചു, പ്രശാന്തത ഉണ്ടായി. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ഭയപ്പെടുന്നത് എന്ത്? നിങ്ങൾക്ക് വിശ്വാസമില്ലേ? നാം നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ നാം അകപ്പെടുമ്പോഴും നമ്മുടെ ജീവിതത്തിലെ ഓരോ വിഷമഘട്ടങ്ങളിൽ നാം തളരുമ്പോഴും ദൈവം അനുഗ്രഹമായി നൽകിയ ജീവിതം ഇല്ലാതാക്കുക എന്ന മനോഭാവമാണ് നമ്മുടെ ഉള്ളിൽ ഉള്ളത്. എന്നാൽ ജീവിതമാകുന്ന വഞ്ചിയിൽ നമ്മുടെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും തിരമാലകളായും കൊടുങ്കാറ്റായി ആഞ്ഞടിക്കുമ്പോൾ നമ്മുടെ പ്രയാസങ്ങളെയും ദുഃഖങ്ങളെയും കർത്താവിൽ വിശ്വസിച്ച് അവനെ വരമേൽപ്പിച്ച് പ്രാർത്ഥിച്ചാൽ അവിടുന്ന് കൃപയും സമാധാനവും നമ്മിൽ ചൊരിയുകയും നമുക്ക് സന്തോഷം ഉണ്ടാവുകയും ചെയ്യുന്നു. നമ്മുടെ ആത്മീയ വിശ്വാസത്തിന്റെ ഉറവിടമാണ് ക്രിസ്തു. അന്ധകാരത്തിൽ പ്രകാശം പോലെ നമ്മുടെ ജീവിതത്തിന്റെ പ്രകാശമാണ് വിശ്വാസം. യേശു ക്രിസ്തുവിനോട് കൂടെ ചേർന്ന് നിന്നുകൊണ്ട് ആത്മീയ വിശ്വാസ ജീവിതം നയിക്കാൻ സാധ്യമാക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നന്ദി.